ഉരുകുമെന്നുള്ളം. കിളുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ. കിളുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ. മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. എന്നിലെ എന്നെ കാണു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൻ എരിവെയിലും പൂക്കൾ. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. നിറമാല ചാർത്തി പ്രകൃതി ചിരിക്കോർത്തു നിന്റെ വികൃതി. നിറമാല ചാർത്തി പ്രകൃതി ചിരിക്കോർത്തു നിന്റെ വികൃതി. വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി. വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി. എന്നിൽ നിന്നോർമ്മയും പൂക്കളം തീർപ്പു മറയായി ഈ മധുരം. ഉറഞ്ഞു കൂടും നിമിഷം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. അരവിന്ദേട്ടാ, ഇനി വരാൻ പോകുന്ന ആളുണ്ടല്ലോ, Yes. നമ്മുടെ ടോപ്പ് സിംഗറിൽ അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഈ മഴ റൗണ്ടിനൊക്കെ ഒരുപാട് മുന്നേ തൊട്ട് മഴ പെയ്ക്കുന്ന ആളാ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മഴ പെയ്ച്ചിട്ട് പോകും. അങ്ങനെ ഇവിടെ വന്ന ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി മധുര മഴ പെയ്പ്പിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പൊ വരാൻ പോകുന്നത്. മഴപ്പാട്ട് റൗണ്ടിലാണ്, അതുകൊണ്ട് ഒരു ഡബിൾ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. പെരുമഴ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. അതെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. അരവിന്ദേട്ടനെ പരിചയപ്പെട്ടോ? ഹായ് സർ. പുതിയ മുഖം. സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ദിയമോളുടെ ഒരു പെർഫോമൻസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ആണോ? ലുക്കിംഗ് ഫോർവേഡ്. ഈ സ്റ്റേജിൽ എന്താ പാടാൻ പോകുന്നത്? ഏത് പാട്ടാ പാടുന്നേ? മഴയിൽ രാത്രി മഴയിൽ. മഞ്ജരി ചേച്ചിന്റെ. മഞ്ജരി മോഹൻ സിത്താര സാറിന്റെ മോഹൻ ചേട്ടന്റെ. അതിന്റെ ഡീറ്റെയിൽസ് പ്ലീസ്. ഫിലിം കറുത്ത പക്ഷികൾ, ഇയർ 2006. മ്യൂസിക് മോഹൻ സിത്താര സർ, ലിറിസിസ്റ്റ് വയലാർ ശരത് ചന്ദ്രവർമ്മ സർ, പാടിയത് മഞ്ജരി മാം. അതെ. അപ്പോ മഞ്ജരിക്ക് ഒരു ഹായ് കൊടുത്തേക്കാം. ഹായ് മഞ്ജരി. ഹായ് ചേച്ചി. ചേച്ചിയായിട്ട് കുറെ ഷോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
നമ്മള് സ്ഥിരം പാടുന്നത് ഒരു ചിരി കണ്ടാൽ മൊഴി കണ്ടാൽ അതാണ് സ്ഥിരം പാടുന്നത് അത് സ്റ്റേജിൽ. മതി അല്ലേ? അത് മതിയെന്നോ? അത് മതി. ഓക്കെ. അപ്പൊ ഈ പാട്ട് മഞ്ജരിക്ക് കുറെ അപ്രിസിയേഷൻ വാങ്ങിക്കൊടുത്ത പാട്ടാണ്. ഒരു മാതൃഭൂമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ടാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ദിയക്കുട്ടി പാടാൻ പോകുന്നത് അല്ലേ? അതെ. യെസ്. അപ്പൊ നമുക്ക് കേക്കാം. പാട്ട് കേട്ടോ. All the best. പെരുമഴ പെയ്യിക്കാൻ കാത്തിരിക്കുകയാണ്. മിഠായി മഴ, മധുരമഴ. മുഖം നോക്ക്. ഓക്കെ. തുടങ്ങണ മുമ്പേ ടെൻഷനൊക്കെ കഴിഞ്ഞല്ലേ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഒന്നും ചേച്ചി. ടെൻഷനേ വേണ്ട, സുഖമായിട്ട് പാടിക്കോളൂ കേട്ടോ. ഓക്കെ. ആ
വെരി നൈസ്. ഇത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ദിയക്കുട്ടിയുടെ തിരിച്ചു വരവാണ് കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്കും സങ്കടമായി പോയി അല്ലെ, കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തു പറ്റി നമ്മുടെ ദിയയ്ക്ക് ഇതിങ്ങനെ ഒരു നമ്മുടെ അമ്മാവന്റെ ആ ബർത്ത്ഡേ സെലിബ്രേഷന് പോയതിനു ശേഷം അപ്പം അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് ഇന്ന് മാറിക്കിട്ടി. സന്തോഷമായി, സംതൃപ്തനായി. ആദ്യം മുതൽ അവസാനം വരെ വളരെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മിടുക്കിയായിട്ട് പാടി. ആകെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രത്താണ്. ആ സസ്റ്റെയിൻ നോട്ട്സ് ഒക്കെ പെട്ടെന്ന് കട്ടാവുകയാണ്. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മെയിനായിട്ട് കേട്ടോ. ഹമ്മിങ് പാടി കഴിഞ്ഞപ്പോഴും അതിന്റെ ആ ഫിനിഷിങ് അത് കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്ത് ഫേഡ് ഔട്ട് ആയിട്ട് നിർത്തണം. അതുപോലെ തന്നെ നീനവേ അതിട്ട് ഹമ്മിങ് പാടിയില്ലേ ഫസ്റ്റ് പല്ലവിയിൽ, അതും അതുപോലെ തന്നെ കുറച്ച് സസ്റ്റെയിൻ കുറഞ്ഞു പോയി. മുഖം തരാതെ പോയി മറഞ്ഞോ വസന്തകാലം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നന്നായിരുന്നു, കേൾക്കാൻ വളരെ നന്നായിരുന്നു. പക്ഷെ വോയിസിൽ ഒരു കട്ട് വന്നു, ക്രാക്ക് വന്നു, ഒരു ചെറിയ ഗ്യാപ്പ്. അതൊന്ന് മുഴുവനായിട്ടൊന്ന് കേട്ടാൽ സംതൃപ്തനായി. മുഖം തരാതെ പോയി മറഞ്ഞു വസന്തകാലം. ഈ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ എന്താ ഒരു സുഖം എന്നറിയാമോ? വളരെ മനോഹരമായ ഒരു ശബ്ദമാണ് ദൈവം തന്നിട്ടുള്ളത് ദിയക്കുട്ടിക്ക്. അതുപോലെ തന്നെ പാടുന്നതാണെങ്കിലും ഒരു പ്രൊഫഷണൽ, ഒരു പ്രോ പാടുന്ന പോലെയാണ് പാടുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു ഇപ്പൊ വേണമെങ്കിൽ ധൈര്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയി സിനിമയിൽ പാടാൻ പറ്റുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് പ്ലീസ്. അതെ, അപ്പൊ അങ്ങനെ ഒരു ഹൈ സ്റ്റാൻഡേർഡിലാണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഹമ്മിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചരണത്തിന് മുമ്പുള്ള ഒരു ഹമ്മിങ് വളരെ നന്നായിരുന്നു കേൾക്കാൻ. അതുപോലെ തന്നെ വിധുര രചനയുടെ മുകുള മനസ്സിലൊരു ജനമണി പതിയുകയോ വീണ്ടും വീണ്ടും, അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം എനിക്ക് വളരെ ഇഷ്ടം. മിടുക്കിയായി, ഇങ്ങനെ വേണം. ഇനി താഴത്തേക്ക് പോകരുത്. ഓക്കെ, ഇനി ഇങ്ങനെ താഴത്തേക്ക് പോയി ഞാൻ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ദിയമോളെ, എന്താ സർ? പ്രൊഫിഷ്യന്റ് സിംഗിങ്. താങ്ക് യു സർ. ഓരോ സംഗതി മണി പോലെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മോൾക്ക് എത്ര വയസ്സായി? 12 വയസ്സിൽ ഈ ഒരു പാട്ട് ഈ ഒരു മെച്യൂരിറ്റിയിൽ ഇത്രയും മെച്യൂർ ലെവലിൽ പാടുന്നത് ഇറ്റ്സ് അമേസിങ്. മോള് കൊണ്ടുവന്ന ആ ഡൈനാമിക്സ്, മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതി, ദൂരെ കൊണ്ടുവന്ന ദിസ് ഇസ് വെരി മെച്യൂർ പ്രൊഫഷണൽ. സാധാരണ മൈക്ക് ഹാൻഡിൽ ചെയ്യുമ്പോ ഇങ്ങനെ കൊണ്ടുവന്നേ, പക്ഷെ ദിയക്കുട്ടി നേരെ വെരി നല്ല ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് സ്റ്റേജിൽ വന്നിട്ടുള്ളത്. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, പ്ലാൻ ചെയ്തത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ദിയമോള് വെരി ഹാപ്പി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്ട്രീംലി വെൽ, ഓൾ ദ ബെസ്റ്റ്. മോളുടെ എനിക്ക് തോന്നുന്നു ദിൽറുബയാന്ന് തോന്നുന്നു ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അതും ഇതേ ലെവലില് കൃത്യമായിരുന്നു. അതായത് പ്രാക്ടീസ് അതെങ്ങനെ എൻവിഷൻ ചെയ്യുന്നുണ്ട്, എങ്ങനെ എന്ത് സംഗതി എവിടെ വരണം, എങ്ങനെ വരണം എന്നുള്ളത്. ചേട്ടൻ പറഞ്ഞ പോലെ ആ സസ്റ്റെയിൻ നോട്ട്സ് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് അടുത്ത നോട്ട് തുടങ്ങാനുള്ള ഒരു ധൃതിയാന്ന് തോന്നുന്നു, അത് പെട്ടെന്ന് അടുത്തയിലോട്ട് ചാടുന്നത്. ദാറ്റ്സ് ഓക്കെ. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പാടണ്ടല്ലോ, അതന്നെ എന്തൊരു അത്ഭുതമാണ്. താങ്ക് യു സോ മച്ച് ഫോർ സെലക്ടിങ്. അതെ ദിയക്കുട്ടാ, എന്താ ചേച്ചി? ഒരുപാട് സന്തോഷം. ചക്കര ഉമ്മ കേട്ടോ, മിടുക്കിയായിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി. ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കേട്ടിരിക്കാം. ആദ്യത്തെ ഹമ്മിങ് മുതൽ അവസാനത്തെ പല്ലവിയുടെ അവസാനം വരെ കണ്ണടച്ച് ഇങ്ങനെ കേട്ടിരിക്കാം. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മൈക്ക് ഹാൻഡിൽ ചെയ്ത രീതിയാണ്. അത് ഇത്ര പ്രൊഫഷണൽ ആയിട്ട് ഇവിടെ ആരും ഈ പ്രായത്തിൽ ഞാൻ ചെയ്തിട്ട് കണ്ടിട്ടില്ല. പഠിപ്പിച്ചത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ്, സ്വയം ചെയ്തതാണ്. കയ്യടി നമ്മുടെ ദിയക്കുട്ടിന് കൊടുക്കണം. ശാസ്ത്രജ്ഞയാണ്, ശാസ്ത്രജ്ഞ കൂടിയാണ്. ബ്രെത്താണ് ഇന്ന്
ചെറിയ ഒരു ലാൻഡിങ് സ്ഥലങ്ങളിൽ ബ്രെത്താണ്. അപ്പം ഫസ്റ്റ് പല്ലവി പാടിയതിൽ നിലവേ കഴിഞ്ഞിട്ട് വന്ന ഒരു അകാരം, അവിടെയാണ് ബ്രെത്ത് ഒരു ചെറിയൊരു പ്രശ്നമായി തോന്നിയത്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആ ചരണത്തിന്റെ ആ ഹമ്മിങ് തുടങ്ങിയ ആലാപ് തൊട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരു 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 പിടിച്ചെടുക്കുക ഒരു പോക്കായിരുന്നു, ഒരു പോക്കായിരുന്നു. അവിടെയാണ് ദിയക്കുട്ടിയുടെ യഥാർത്ഥ രൂപം, തനി രൂപം അവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയാം. യെസ്. പിന്നെ ഈ വൃന്ദാവൻ സാരംഗ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ്. അതിൽ തന്നെ നമ്മുടെ മഴവില്ലിൻ നീലിമ കണ്ടിൽ ഉണ്ട്. പിന്നെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കീ മധുവിധു വാസന്തരാവിൽ ബ്യൂട്ടിഫുൾ സോങ്. ആദ്യമായി കണ്ട നാൾ, ആദ്യമായി കണ്ട നാളുണ്ട്. നീലക്കുറിഞ്ഞികൾ, ശ്യാമവാനിലേതോ, അതെ വേണുചേട്ടൻ പാടിയ പാട്ട്. അതെ അതെ അതെ. അരവിന്ദന്റെ അച്ഛന്റെ പാട്ട്. അറിയില്ലേ? ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. നല്ല സുഖല്ലേ കേൾക്കാൻ? ഈ പാട്ട് കേട്ടിട്ടും പാടി നോക്കിയിട്ടും ശരിക്കും വൃന്ദാവന സാരംഗ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അതിന്റെ ആ ഒരു റൂട്ട് ഭയങ്കര രസമാണ് വൃന്ദാവന സാരംഗ. ആ ഒരു വെരി ഡിവൈൻ ഫീലാണ്. അപ്പോ ദിയക്കുട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ പറയാൻ കിട്ടുന്നില്ല. എനിക്ക് ആ ചരണം അങ്ങോട്ടേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് മാത്രല്ല, ദിയക്കുട്ടി പാടുന്ന സമയത്തുണ്ടല്ലോ, കഴിഞ്ഞ കുറച്ച് പെർഫോമൻസുകളായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, അച്ഛനും അമ്മയും ദിയക്കുട്ടീനെ പോലെ തന്നെ ഇത് വളരെ ശ്രദ്ധിച്ചു. അവർക്കാണ് ഏറ്റവും ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് പഴയ പോലെ ആയാൽ മതി. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഞാൻ ആദ്യം നിങ്ങളെ രണ്ടാളെയാ നോക്കിയത്. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയാനല്ലേ ചേച്ചിക്ക് പ്രത്യേകിച്ച്? കോൺഫിഡൻസോടെ പാടാൻ പറ്റിയാ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. ഹാപ്പി ആയോ? ഹാപ്പിയാണ്. അപ്പൊ മധുകൾ, നമുക്ക് പെരുമഴക്കാലം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അതെ. എന്താ സർ? എന്താ വേണ്ടത്? മധുകൾ, ഇതൊരു പെരുമഴക്കാലമായിരുന്നു. ഇതൊരു പെരുമഴക്കാലം തന്നെയായിരുന്നു. ഒരു മഴ റൗണ്ടും കൂടെ അല്ലേ? അതെ. അപ്പൊ നമുക്കൊരു പെരുമഴക്കാലം സമ്മാനിച്ച നമ്മുടെ ദിയക്കുട്ടിക്ക് എന്താണ് വേണ്ടത്? 100 out of 100. അങ്ങനെ നമ്മുടെ ദിയക്കുട്ടിക്ക് വരട്ടെ ഒരു മധുര മഴ. ദിയക്കുട്ടിയാണ് കേട്ടോ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. അരവിന്ദേട്ടാ, വെൽക്കം. ഒന്ന് സ്റ്റേജിലേക്ക് ഗിഫ്റ്റ് കൊടുത്തേ. ഓ വായോ വായോ. ദിയക്കുട്ടിക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. ഇതിലും കുറഞ്ഞ
ഒരു പെർഫോമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ദിയന്റെ അടുത്തുനിന്ന്. അതാണ് നമ്മുടെ അല്ല ദിയക്കുട്ടി. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ടല്ലേ കുറഞ്ഞത് കാണണേ? അതെ എന്നിട്ട് എന്താ സംസാരിക്കാൻ ദിയ കുട്ടി? അത് ശരിയാണല്ലോ. അത് ആദ്യമായിട്ട് കണ്ടിട്ട് ഒരു ഞെട്ടലാ. ആണോ? ഒന്നും പറഞ്ഞില്ലല്ലോ അരവിന്ദേട്ടൻ്റെ അടുത്ത്. ഹായ്. സന്തോഷം മാത്രം. ദിയ അങ്ങനെയാണ്, വരും പാട്ട് പാട്ട് പാടും പാടും പോവും, പോവും. അധികം സംസാരിക്കില്ല. വെരി ഫോക്കസ്ഡ് ആണ്. Yes, അതെ, അത് ആ yes, പെർഫോമൻസിൽ yes. അറിയാം. അരവിന്ദേട്ടൻ്റെ Focused പാട്ടൊക്കെ ആണ്. കേൾക്കാറില്ലേ? പിന്നെ പക്ഷെ അരവിന്ദന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാണ്ട്, ഒരു നാണോ വേണ്ട, നമുക്ക് മിഠായി എടുക്കാം. എടുക്കട്ടെ? ഓക്കെ. Yes. ഡയറി മിൽക്കിനെ നോക്കിയെടുക്കുവാണ്. നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു ദിയക്കുട്ടി, അരവിന്ദേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. കരാതെ പോയി മറഞ്ഞു വസന്തകാലം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ കേട്ടു, വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയും ഒരുപാട് നല്ല പാട്ടുകളാണ് നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും, പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകളായിട്ട്. അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ പ്രേക്ഷകർക്ക് ടാറ്റാ, ബൈ, സീ യു.